സിംഗപ്പൂരിലെയും ഹോങ്കോങ്ങിലെയും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഈ സിംഗപ്പൂരിൽ നിന്നുമൊക്കെ നിരവധി പേർ ഇന്ത്യയിലേക്കും തിരികെയും യാത്ര ചെയ്യുന്നവരാണ്. അവിടെ ഒമിക്രോണിന്റെ പുതിയ വകഭേദം, അത്തരം കേസുകൾ വർദ്ധിക്കുന്നു എന്ന വാർത്ത. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് തന്നെയല്ലേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. തീർച്ചയായിട്ടും അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇന്ത്യയിലില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലുമാണ് ഈ പുതിയ ഒമിക്രോൺ ഉപവകഭേദങ്ങളുടെ ഒരു വ്യാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ വ്യാപനം അതിരൂക്ഷമായി തുടരുന്നത് പലയിടങ്ങളിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിൽ പറയുന്നത് ഇന്ത്യയിലെ നിലവിലെ COVID-19 സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപനമോ അല്ലെങ്കിൽ മരണനിരക്കോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കോവിഡ് കേസുകളുടെ എണ്ണവും കുറവാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ സസൂക്ഷ്മമായ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം തന്നെ ആശുപത്രികൾക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അറിയിക്കുവാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ആശുപത്രി അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം നിലവിൽ ഇപ്പോൾ ചികിത്സയിലുള്ള രോഗികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കോവിഡ് കേസുകൾ ഇന്ത്യയിലെ എണ്ണം അത് 200 കേസുകൾ മാത്രമായിട്ടാണ് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, എമർജൻസി മെഡിക്കൽ റിലീഫ് വിഭാഗം എന്നിവരുൾപ്പെടെയുള്ളവർ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ അധ്യക്ഷനുമായി ചേർന്നാണ് ഈ ഒരു യോഗം നടത്തി രാജ്യത്തെ സ്ഥിതിഗതികൾ COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കൃഷ്ണ. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.